ഇന്ന് നമ്മിൽപ്പെട്ട പലരും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്, നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് സാലറി കിട്ടുന്നുണ്ട്, പക്ഷേ മാസം മുഴുവൻ ജോലി ചെയ്ത് മാസാവസാനം സാലറി കിട്ടി കഴിയുമ്പോൾ ആ മന്ത് കഴിയുന്നതോടുകൂടെ നമ്മുടെ സാലറിയും എക്സ്ഹോസ്റ്റ് ആവുകയാണ്. ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഇന്നത്തെ ഒരു ഡിസ്കഷൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പേഴ്സണൽ ഫൈനാൻസിൽ അടിസ്ഥാനപരമായ ഒരു സമവാക്യമാണ് ഇൻകം മൈനസ് എക്സ്പെൻസ് ഈസ് ദ സേവിങ്സ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസുകൾ കഴിഞ്ഞു വരുന്ന സേവിങ്സ്, സമ്പാദ്യം, ഈ സേവിങ്സ് ആണ് പിന്നീട് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുന്നതും അതിലൂടെ നമുക്കൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും ആ അസറ്റിൽ നിന്നും പാസീവായിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫെർദർ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സേവിങ്സിനെ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. മാക്സിമം സേവ് ചെയ്ത് ആ സേവിങ്സിനെ വളരെ ബുദ്ധിപൂർവമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലോങ് ടേമിലേക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, ഒരിക്കലും നമ്മുടെ എക്സ്പെൻസുകൾ നമുക്ക് ചുരുക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നമുക്ക് രണ്ട് വഴികളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്നുകിൽ നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ എക്സ്പെൻസുകൾ ചുരുക്കണം. ഈ രണ്ട് വഴിയിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ സേവിങ്സിനെ വർദ്ധിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ആദ്യത്തെ ഒരു ചോയ്സ് എടുത്ത് നോക്കാം. ഒന്ന് നമ്മുടെ എക്സ്പെൻസ് കുറക്കുക എന്നുള്ളത്. ഒരാൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പെൻസുകൾ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി നല്ല രൂപത്തിൽ കുറഞ്ഞു പോകും. അതായത് നമുക്ക് നല്ല രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നമുക്ക് നല്ല രൂപത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഫാഷൻസ്, യാത്രകൾ, അതുപോലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല രൂപത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലും നല്ലതുപോലെ കുറഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫർദറായിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെയും ഭയങ്കരമായിട്ട് ബാധിക്കും. അതായത് നമുക്ക് നല്ല രൂപത്തിലുള്ള എഡ്യൂക്കേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമുക്ക് നല്ല രൂപത്തിലുള്ള ഹെൽത്ത് കെയർ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാനോ പ്രൊഡക്റ്റീവ് ആവാനോ സാധിക്കില്ല. അത് നമ്മുടെ ഫ്യൂച്ചർ ഏണിംഗ് പൊട്ടൻഷ്യലിനെയും ബാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇതൊരു സൈക്കിളായിട്ട് തുടർന്നു പോകും. അപ്പോൾ എക്സ്പെൻസുകൾ ചുരുക്കാൻ വേണ്ടി ഉള്ള നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് അത് ശരിക്കും അത്ര ഒരു വൈസായ ഡെസിഷൻ ആയിരിക്കില്ല. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, അതായത് നമുക്ക് ഇൻകം വർദ്ധിപ്പിക്കുക, നമ്മുടെ വരുമാനം കൂട്ടുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസുകൾ ചുരുക്കാതെ നമുക്ക് അനിവാര്യമായ ചെലവുകൾ നമ്മൾ ചെയ്യുന്നതോടുകൂടെ, നമ്മുടെ ലൈഫിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതോടുകൂടെ, നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ, വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എക്സ്പെൻസുകളൊക്കെ നമ്മളെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതോടുകൂടെ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് ഇൻക്രീസ് ആയി വരുന്ന സേവിങ്സ് വളരെ ഇൻ്റലക്ച്വലി അതിനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അമേരിക്കയിലെ ഒരു പ്രശസ്തനായ ബിസിനസ് കോച്ചുണ്ട്, ന്യൂയോർക്ക് ടൈംസിലെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഓതർ ആൻഡ് ഫിലോന്ത്രോപ്പിസ്റ്റ്, അങ്ങനെ വിവിധങ്ങളായ റോളിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ടോണി റോബിൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കോട്ടുണ്ട്, ദ കീ ടു വെൽത്ത് ഈസ് ടു ഇൻക്രീസ് യുവർ മീൻസ്, നോട്ട് ടു റെഡ്യൂസ് യുവർ എക്സ്പെൻസസ്. അതായത് നമ്മുടെ ലൈഫിൽ നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെൻസുകൾ ചുരുക്കുകയല്ല, മറിച്ച് നമ്മുടെ വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഏവർക്കും പരിചിതനായ, ലോകത്ത് ഏറ്റവും വലിയ ശതകോടീശ്വരനായിട്ട് അറിയപ്പെടുന്ന എലോൺ മസ്ക്, ടെസ്ലയിലൂടെയും സ്പേസ് എക്സിലൂടെയും ഇന്നോവേഷനിലൂടെ ലോകത്ത് അറിയപ്പെട്ട ഒരു ശതകോടീശ്വരനായ നമ്പർ 1 ബില്യണയറായ ഇലോൺ മസ്ക് പലപ്പോഴും പറഞ്ഞു കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഏർണിംഗ് $1,000 more is much easier than reducing your expenses by $500. അതായത് $1000 എക്സ്ട്രാ നമുക്ക് ഏൺ ചെയ്യുക എന്നത് $500 നമ്മുടെ ചെലവുകൾ ചുരുക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി വരുന്നൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമ്മൾ എക്സ്പെൻസിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ ഇൻകം നമുക്ക് വർദ്ധിപ്പിക്കണം.
ഈ ഇൻകം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം? ആക്ച്വലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. നമ്മുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം? നോർമലി നമ്മുടെ നാട്ടിൽ സാധാരണ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു വരുമാനം എന്ന് പറയുന്ന ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കും. നമ്മൾ ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാലറി, ഒരു സാലറീഡ് ആയ ആളാണെങ്കിൽ അയാളുടെ സാലറി, അല്ലെങ്കിൽ ഒരു ഡെയിലി വേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഓരോ ദിവസവും ജോബ് ചെയ്ത് കിട്ടുന്ന ഒരു വരുമാനം. അപ്പോൾ സാധാരണഗതിയിൽ കൂടുതൽ ആളുകൾക്കും ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകമാണ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ഫൈനാൻഷ്യൽ എക്സ്പേർട്ടുകളുടെ ലോകത്ത് അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയൊരു കാര്യമാണ്. നമ്മൾ പരമാവധി മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യണം. കാരണം നമ്മിൽപ്പെട്ട പലരും, നമ്മളൊക്കെയും ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു കൊറോണ. ആ കൊറോണ സമയത്ത് നമ്മളൊക്കെ നേരിട്ട ഒരു കാര്യം, ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ബിസിനസ്സുകളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡള്ളായ ഒരവസ്ഥ. ഈ സമയത്തൊക്കെ ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ള പല ആളുകളും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം ഒരുപാട് പാസീവ് ഇൻകം സോഴ്സ് ഉള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നും ഇൻകം വരുന്ന ഒരാളാണെങ്കിൽ കൊറോണ പോലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അവർക്ക് വരുന്നൊരു സ്ട്രഗിൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക എന്നത് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യണം. അതിൽ തന്നെ ആക്റ്റീവ് ഇൻകം സോഴ്സ് അല്ലാതെ പാസീവ് ഇൻകത്തിലും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. എന്താണ് ആക്റ്റീവ് ഇൻകവും എന്താണ് പാസീവ് ഇൻകവും? ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് എൻഗേജ്മെൻറ്റിലൂടെ നമ്മൾ ജോലി ചെയ്തിട്ടോ നമ്മുടെ ടൈം, നമ്മുടെ അധ്വാനം ഒക്കെ നമ്മൾ അതിൽ കൊടുത്താൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടുന്നത്. അതായത് നമ്മുടെ സാലറി കിട്ടുന്ന ഒരു ജോബ്. അപ്പോൾ നമുക്ക് ജോബിൽ സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ ഓഫീസിലേക്ക് പോകണം, നമ്മൾ വർക്ക് ചെയ്യണം, 9 to 5 നമ്മുടെ വർക്ക് പ്ലേസിൽ അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ടൈം കൊടുക്കണം. അപ്പം അങ്ങനെ കിട്ടുന്ന ഒരു ഇൻകത്തിനാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. നേരെ മറിച്ച് പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നമ്മുടെ സമയമോ നമ്മുടെ അധ്വാനമോ നേരിട്ട് കൊടുക്കാതെ തന്നെ നമുക്കൊരു ഇൻകം കിട്ടുന്ന ഒരു അവസ്ഥ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു റെൻറ്റ് കിട്ടുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് സ്ഥിരമായിട്ട് നമുക്കൊരു റെൻ്റ് ആയിട്ടോ ഒരു റിട്ടേൺ ആയിട്ടോ പ്രോഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ RO ആയിട്ടോ നമ്മൾ എന്ത് വിളിച്ചാലും അങ്ങനെ കിട്ടുന്ന ഒരു ഇൻകം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ ആക്റ്റീവ് ഇൻകത്തിൽ നമ്മുടെ സമയം, നമ്മുടെ അധ്വാനം പൂർണ്ണമായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ വരുമാനമുള്ളൂ. നേരെ മറിച്ച് പാസീവ് ഇൻകത്തിലാണോ നമ്മുടെ സമയം നമ്മൾ കൊടുക്കുന്നില്ല, നമ്മുടെ ആക്റ്റീവ് ആയിരിക്കുന്ന ഇൻവോൾവ്മെൻറ്റുകളില്ല, മറിച്ച് നമ്മൾ അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമ്മുടെ ആക്റ്റീവായ ഇൻവോൾവ്മെൻറ്റ് കൂടാതെ തന്നെ നമുക്കതിലൂടെ ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു ഇൻകം സോഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നെങ്കിൽ, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നു, നമുക്ക് സാലറി ഉണ്ട്, നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻകം ഇല്ല. അപ്പോൾ പല ആളുകളും വളരെ തമാശ രൂപത്തിൽ പറയാറുണ്ട്, മൈ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് എൻ്റെ ഒരു മാസത്തെ സാലറി മുടങ്ങിയാൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡമേ നമുക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മന്ത്ലി സാലറിയിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിന്നു പോകുന്നൊരവസ്ഥ. അപ്പം ഈ ഒരു സ്റ്റേജിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണോ, നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണോ, നമുക്ക് ഒരു ജോലി ആക്റ്റീവായിട്ട് ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു ജോലി കൂടാതെ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകണം, നമ്മളെ ലൈഫ് കഴിഞ്ഞു പോകണം, നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റണോ, എങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തേ തീരും. ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് നമ്മുടെ സേവിങ്സ് വർദ്ധിപ്പിക്കുക. ആ സേവിങ്സിനെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആക്റ്റീവ് ഇൻകം സോഴ്സിന് പുറമെ ഒരുപാട് മൾട്ടിപ്പിൾ പാസീവ് ഇൻകം സോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നത്. ഇങ്ങനെ ഒരു പ്ലാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ലൈഫിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു വലിയൊരു ഗോള് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും.